രാത്രികാലം പിന്നെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. രാത്രികാലം ഇതിനകത്തളങ്ങളിലായിരിക്കും ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്തണം, അവരുടെ കുടുംബങ്ങളെ ഓർത്തണം, അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളെ ഓർത്തണം, അവർ കരയുന്ന വിഷയങ്ങളെ ഓർത്തണം. ഇത് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങളെ ഷെയർ ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. കടന്നു വന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് വഹിച്ച് പ്രാർത്ഥിച്ചാൽ രാത്രികാലം കർത്താവേ, എന്റെ രക്തത്തിന് രക്തവും മാംസമാണ്, എന്റെ അടുക്കലിരിക്കുന്ന എന്റെ ഭാര്യയെ പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയപ്പെട്ടവർ രാത്രികാലം ഏത് വിഷയത്തിലാണോ അവർ ഭാരപ്പെടുന്നത്, രാത്രികാലം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തി ആരോഗ്യ വിഷയത്തിന്മേൽ ഇറങ്ങി വരണമേ, കുടുംബത്തിന്മേൽ ഇറങ്ങി വരണമേ. രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണോ അവരെ ഭാരപ്പെടുന്നത്? തലമുറകളെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത്? ഭാര്യമാരെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത്? ആമേൻ. സഹോദരങ്ങളെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന നാളുകളായി ഒരു ദൈവത്തിനായി കാത്തിരിക്കുന്ന രാത്രികാലം നമ്മൾ ഒരുമിച്ച് കുടുംബങ്ങൾക്ക് കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മാർത്ഥമായി രാത്രികാലം പ്രാർത്ഥിക്കണം. ആമേൻ. രോഗികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഫലപ്രദമായിരിക്കുന്ന പ്രതിസന്ധികൾ കൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. എങ്ങനെ ഞാൻ മുൻപോട്ട് കടന്നു പോകുമെന്ന് വേദനപ്പെട്ട് അതിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രികാലം ചില വഴികളെ തുറന്നു വരേണ്ടതിന്, ആമേൻ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറേണ്ടതിന് നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുകയാണ്. നേരെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആമേൻ കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോ ആമേൻ. ദേവദാസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ മനോഹരമായ സന്ധ്യവേളയ്ക്കായി നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധ ഫലങ്ങളാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ആരാധിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, ഈ ആലയത്തിലേക്ക് ഞങ്ങൾ കൂട്ടിവെച്ച കൃപയ്ക്കായി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ സന്ധ്യാവരെയും ഞങ്ങളായിരുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവേ, ഈ സ്ഥാനത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ മരണത്തിലേൽപ്പിക്കാതെ ഹല്ലേലൂയ കരവലത്തിൽ ഞങ്ങളെ പൊന്നിന്റെ ചങ്കോട് ചേർത്ത് ഒരു പരിപാലിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങളുടെ സ്തോത്രം ചെയ്ത കർത്താവേ, ഇത് രാത്രി തലമുറക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ഹൃദയങ്ങളോടുകൂടി മാറാകണമേ. ഞങ്ങളുടെ മധ്യത്തിൽ ആഗതനായിരിക്കുന്നതിനായി സ്തോത്രം. ആലയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വർഗ്ഗത്തിന്റെ വാതിലുകളെ തുറന്ന ദൈവമേ, ഇന്ന് രാത്രി കാലം ഇവരെ അനുഗ്രഹിച്ച് ആലയ സമാധാനത്തോടെ പറഞ്ഞേക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കണ്ടത് ഭക്തന്മാർക്കായി സ്തോത്രം. ഭക്തന്മാരെ കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തത്തിൽ നിന്നല്ല സ്വർഗ്ഗത്തിൽ നിന്ന് ആത്മീയ ചൈതന്യത്തിൽ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഭവനത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തിന് അത് വലിയ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥന
രാത്രി ഞങ്ങൾ വിട്ടുവണക്കി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം പ്രദേശത്ത് നെടുകെ കുറുകെ സഞ്ചരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയങ്ങളെ തൊടുമാറാകണമേ. അനേക ഭവനങ്ങളെ വിട്ടുവിളിക്കുന്ന രാത്രിയാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ രക്തമടയാളമായി വാതിൽക്കൽ കെട്ടളമേൽ കുറുമണിമേൽ നെറുമണിമേൽ പരത്തുവാൻ ഇന്ന് രാത്രി അവിടുന്ന് ഹല്ലേലൂയ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. എല്ലാവരെയും സ്വർഗ്ഗീയ നന്മകളാൽ നിറയ്ക്കണം. മാനവഭക്തത്തോട് എടുക്കാം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ ദേശത്തെ ഓർത്ത് സ്തോത്രം ചെയ്താണ്. ഈ ചുറ്റുകടങ്ങളിൽ പാർക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്താണ്. ഈ മീറ്റിംഗ് ഈ പ്രദേശത്ത് ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നവർക്ക് എല്ലാവരും അനുഗ്രഹമായി മാറേണ്ടതിന്, ആത്മീക വളർച്ചയ്ക്കായി കാരണമായി തീരേണ്ടതിന്, ആമേൻ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് അവർക്ക് വിടുതലായി മാറേണ്ടതിന്, ആമേൻ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി മാറേണ്ടതിന്, ആമേൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന, ദേശത്ത് പാർക്കുന്ന വ്യക്തിത്വങ്ങളെ, കുടുംബങ്ങളെ സ്വർഗ്ഗം മാനിക്കേണ്ടത്, അനുഗ്രഹിക്കേണ്ടത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ ദേശത്തെ വകച്ചുകൊണ്ട് ചുരുക്കം ഹല്ലേലൂയ വാദ്യങ്ങളിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കും. ആമേൻ ഹല്ലേലൂയ. ജോസഫ് സഹോദരൻ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ അളവിടാതെ ഞങ്ങളെ സ്നേഹിച്ച നല്ല പിതാവേ, നന്ദിയോടെ കർത്താവെ സ്നേഹിക്കുന്നു. ഞങ്ങൾ കർത്താവെ പല പ്രവർത്തനങ്ങളും കർത്താവെ അനേക ആവശ്യങ്ങൾക്കായി കർത്താവ് മുട്ടുമടക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൃപയ്ക്ക് സ്തോത്രം. ഇതിനു മുന്നമേ കണ്ട വിനയഭക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവെ ആത്മീയ ശുശ്രൂഷകളെ ഏറ്റവും തീരുവാൻ സ്വർഗം സഹായിക്കണം. കർത്താവെ അനേക വ്യക്തിജീവികൾ കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണം. ഈ ദേശത്തെ കർത്താവ് ജീവനക്കാരെ കർത്താവിനെ സ്വർഗം സഹായിക്കണം. എല്ലാ മാനവത്വം തപ്പിന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ സോദരായ യേശു ക്രിസ്തുവിന്റെ ആമേൻ. ഹല്ലേലൂയ. രാത്രികാലം ആമേൻ. പിന്നെയും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എല്ലാവർക്കും ഹല്ലേലൂയ അല്പസമയം എഴുന്നേറ്റ് നിന്നാണ് വീണ്ടും നമ്മളൊരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. Praise the Lord. Hallelujah. രാത്രി കാലം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം തന്ന നന്മകളെ ഓർത്ത്, ദൈവം തന്ന സൗഖ്യത്തെ ഓർത്ത് ആമേൻ ഹല്ലേലൂയ. രാത്രി കാല കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളെ തട്ടി ആത്മാർത്ഥതയോടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ആ കർത്താവിലേക്ക് ഒന്ന് ദർശിച്ചുകൊണ്ട് ഇന്ന് രാത്രി കാലം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആയുസ് പോരാ, ആയുസ് പോരാ, ആയുസ് പോരാ, ആയുസ് പോരാ, ആയുസ് പോരാ, ആയുസ് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി
നന്ദിയോട് സ്തോത്രം. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. പിന്നെ ഈ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാട്ട് ആമേൻ. ചില വിഷയങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ മീറ്റിംഗ് നടത്തുവാൻ ചില ഹല്ലേലൂയ ക്രമീകരണങ്ങൾ ആവശ്യമായിരുന്നു. ആമേൻ. ഈ ക്രമീകരണങ്ങളെ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ പലയിടങ്ങളിൽ നിന്നും ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഇനിയും നമുക്ക് ആവശ്യമാണ്. ഇനിയും ഹാലിലെ ചേരുകൾ ആവശ്യമാണ്. ഇനിയും ഇതിനകത്തങ്ങളിൽ ഇരിക്കുവാൻ ചേരുകൾ ആവശ്യമാണ്. ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. വഴികളെ നീ തുറക്കണം. ആമേൻ ഹല്ലേലൂയ. ചങ്കടകളെ നീ തുറക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ചങ്കടയെ പോലെ മരിപ്പുതിരെ പോലെ ഒരു കാലയളവിലുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ഇതിനെ പോലെ പ്രവർത്തിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നന്ദിയോടെ രാത്രികാലം ആവശ്യങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരു കൂട്ടായ്മ കൂടി ആമീൻ ഒരു സഭ രൂപീകരിച്ച് ആമീൻ ഹല്ലേലൂയ. നാളെ കുറച്ച് ആൾക്കാരെ മറ്റുള്ള സഭകളിലൊക്കെ ആയിരിക്കുന്ന കുറെ ആൾക്കാരെ ഇവിടെ കൂട്ടി ഇവിടെ ഒരു സഭ രൂപീകരിക്കാനല്ല, ഈ ദേശത്തിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച്. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ സഭയോ സംഘടനയോ ഒന്നുമല്ല. എല്ലാ ദൈവമക്കളും ഇവിടെ വലിയവനില്ല ചെറിയവനില്ല, ഇവിടെ രാജാവില്ല ആരുമില്ല. എല്ലാവരും ഒരുമിച്ച് കടന്നു ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരുമിച്ച് സൂക്ഷിക്കുകയാണ്. ഒരുമിച്ചാണ് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ഞാൻ വലുതെന്ന് ഞാൻ ഹല്ലേലൂയ രാജാവെന്നൊന്നും ആർക്കും ഇവിടെയില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവ് എങ്ങനെ ശുശ്രൂഷിച്ചോ അതേപോലെ നമ്മൾ ശുശ്രൂഷിക്കുകയാണ്. പൗലോസ് എങ്ങനെ ശുശ്രൂഷിച്ചോ അതേപോലെ നമ്മൾ ശുശ്രൂഷിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആമേൻ കാണിക്കെടുത്ത് ആമേൻ ഹല്ലേലൂയ പണം സമ്പാദിക്കുന്ന പ്രാർത്ഥനകളൊന്നുമല്ല, പ്രാർത്ഥനയല്ല. ഏരിയയിൽ ഞങ്ങൾ ഹല്ലേലൂയ 1.5 വർഷമായിട്ട് തുടർമാനമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞങ്ങൾ അവിടെ നടത്തിക്കൊണ്ടുവരുന്നു. ഏകദേശം 30-35 പേര് ഹല്ലേലൂയ ഒരാഴ്ച അവിടെ കൂടുവാനിടയായിട്ട് ആ ദേശത്തിന് വലിയ വിടുതലാണ്, ആ ദേശത്തിന് വലിയ അനുഗ്രഹമാണ് ആ പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന ഈ ദേശത്തും ആമേൻ ദൈവം ഞങ്ങളെ കൂടി ഇവിടെ ആരംഭിക്കുവാൻ ഇടയായി തീർന്നതിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രാത്രികാലം അങ്ങനെയുള്ള ചിന്തകളൊന്നും ആരുടെയും മനസ്സിലുണ്ടാകരുത്. ഒരുമിച്ചാണ് എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ചാണ് ദൈവകാര്യങ്ങളിൽ സന്തോഷിക്കുന്നത്. അവയിൽ നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബങ്ങളൊക്കെ വിടുവിക്കപ്പെടണം. അനേക കുടുംബങ്ങൾ ഹല്ലേലൂയ തകർന്നും നുറുങ്ങിയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുവാൻ ഇന്ന് രാത്രികാലം ഇളമ്പിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ പാസ്റ്റർ ജോൺസൺ ആമേൻ നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ താൻ ഹല്ലേലൂയ ആത്മാവിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ആഴങ്ങളിൽ ഇറങ്ങി നമ്മളോട് കൈമാറുവാനിടയായി തീരും. അത് ഒരുമിച്ച് നമുക്ക് ആമേൻ പ്രാപിച്ചെടുക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ച ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹല്ലേലൂയ വേദിയിലേക്ക് ഹല്ലേലൂയ ക്ഷണിക്കുന്നു. ആമേൻ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. പരിചയപ്പെടുത്തിയല്ലോ, ഞങ്ങൾ ഈ ഐക്യ കൂട്ടായ്മയിൽ പങ്കുചേരുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നുവോ അത് ആ ദേശത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്ന ദൈവസന്നിധിയിൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനാണ്. ഈ ദേശത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം. ഈ ദേശത്ത് ചിലരെ കർത്താവ് ഒരുക്കി എടുക്കണം. നമ്മൾ ഒരുക്കമുള്ളവരായിരുന്നാലേ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമ്മളെ മേൽ വെളിപ്പെടാനിടയായി. ഈ ദേശത്ത് കർത്താവ് എന്നെ ആക്കിയെന്ന് ബോധ്യമുള്ളവര് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ ദൈവാത്ഭുതം ചെയ്യാനിടയായി. ആരെയും പറയുക വേണ്ട,
അല്ലെങ്കിൽ തൊട്ട് ആരെയും കാണിക്കുകയും വേണ്ട. എവിടെ പാർക്കുന്ന ആ ദേശത്ത് ദൈവം നമ്മളെ ഒരു സാക്ഷിയാക്കും. ഞാൻ നിൽക്കുന്ന ദേശത്ത് ദൈവം എന്റെ പേരൊന്ന് ഉയർത്താൻ പോവുകയാണ്. എന്നെ കുറിച്ച് ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഇരുട്ടത്തിരിക്കുന്നവരെ എനിക്ക് കാണത്തില്ല, എന്നെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടും കൂടിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അത്ഭുത പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ മധ്യ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാം. യെസ്, ഞാൻ എന്ത് പറയുന്നു എന്നല്ല, പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതാണ് നിങ്ങൾ എല്ലാം പറയുന്നതൊന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ട. ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു അത് നിങ്ങൾ ഏറ്റെടുക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. മതി, കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, തന്ന ഈ വചനത്തിനായി സ്തോത്രം ചെയ്യാൻ. ഈ വചനത്തിൽ കൂടി നിന്റെ മക്കളോട് ഇടപെടണം കർത്താവേ. വലിയൊരു അത്ഭുതം കർത്താവെ ഇന്ന് ഇതിന്റെ മധ്യ കടന്നു വന്നവർ ഒരു അഭിഷേകത്തിന്റെ നിറവോട് ഇന്നവർ ഇതിന്റെ മധ്യ തിരിച്ചു പോകണം. ഇന്നലെ വരെ കണ്ടവർ ആശ്ചര്യപ്പെടുന്നത് പോലെ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഉണ്ടെന്ന് പറയുക. ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവം ഇവരെ എന്തൊക്കെയോ ചിലത് ചെയ്യുമെന്ന് പറയുക. ഇന്നത്തെ രാത്രിക്കാലം കർത്താവെ കടന്നു വന്നതിന്റെ മക്കളുടെ മേൽ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് കർത്താവ് വെളിപ്പെടട്ടെ കർത്താവെ. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. ആരും ബലം പിടിച്ചോണ്ടിരിക്കില്ല, ദൈവസന്നിധിയിലേക്കല്ലോ. നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഉള്ളിലെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധി വെച്ചാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധി വെച്ചാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഭാരത്തോട് മാത്രം, ഒരു ഭാരത്തോട് ഇവിടെ ഇരിക്കരുത്. ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. എനിക്കെന്തെങ്കിലും പ്രാപിക്കണം, എനിക്കെന്തെങ്കിലും നേടണം എന്നൊരു ആഗ്രഹത്തോട് ഇന്ന് ഇതിനെ മറ്റ് ഇരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ അത്ഭുതം ചെയ്യാൻ പോകുക. തിരുവചനം വ്യക്തമായി നമ്മളോട് പറയാൻ അത്ഭുതം ചെയ്യാൻ പോകുക. സമർപ്പിച്ചതിന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു അത്ഭുതം ചെയ്യട്ടെ കർത്താവേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ഈ വചനത്തിൽ കൂടി ഓരോ മക്കളോട് ഇടപെടട്ടെ കർത്താവേ. അവർ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം അത്ഭുതം ചെയ്യുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. തന്റെ മക്കളോട് ഇടപെടണം കർത്താവേ, സംസാരിക്കണം. അവരാഗ്രഹിച്ചത് എന്തോ അത് അവരുടെ മേൽ ഇന്ന് അത്ഭുതകരമായി വെളിപ്പെടണം കർത്താവേ. അവരുടെ അത്ഭുതകരം അവരുടെ ആത്മാവിൽ അവരത് കണ്ട് തൃപ്തരായി മടങ്ങിപ്പോകുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഇത് ചിലരുടെ നാവിന്മേൽ തുടരണം കർത്താവേ. ഈ ദേശത്തോട് ദേശത്തിന്റെ അന്ധകാര ശക്തിയെ ശാസിക്കുവാൻ ചിലരുടെ നാവിന്മേൽ അധികാരം കൊടുക്കുക. ആത്മാവിലെ ഒരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാണ്. ഞാൻ തിരിച്ചറിയുന്നു. ആരുടെയൊക്കെ നാവിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളെ ബന്ധിച്ച ചില മേഖലകളെ ദൈവാത്മാവ് അഴിക്കുകയാണ്. അതരമായി ഇതിന്റെ മധ്യയിൽ ഇരിക്കുന്നത് ശുശ്രൂഷ പോലവരാ. എങ്കിൽ അവരുടെ ശുശ്രൂഷ മുമ്പോട്ടേക്ക് നിർത്താൻ മുമ്പോട്ടേക്ക് പോകുവാൻ പറ്റാത്ത രീതിയിൽ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവിൽ അഴിക്കുന്നു. എനിക്ക് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ഇതിനെ പറ്റി ഇരിക്കുന്നവർ ആരോ പറയുന്നു, ഇന്നലെ വരെ എനിക്ക് ശുശ്രൂഷയുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് പ്രവചനമുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് വെളിപ്പാടുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് ദർശനമുണ്ടായിരുന്നു, ഇന്നലെ വരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വെളിവിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് സംഭവിക്കുന്നില്ല. എവിടെ നിനക്ക് വീഴ്ച വന്നു അവിടെ നീ സമർപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന് ദൈവം നിങ്ങളെ മുടക്കാൻ
പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഇന്നത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ സാന്നിധ്യം വരാൻ പോകുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അത്ഭുതകരമായി വെളിപ്പെടുത്ത കർത്താവ്. അത്ഭുതകരമായി വെളിപ്പെടുത്ത കർത്താവ്. ഇതിവിടെ വന്നിരുന്നവർ നിറവേണ്ടി പോകണം. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ കർത്താവ്. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എന്റെ ദൈവം എന്നെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതകരമേലും ചെയ്യേണ്ട കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ വായിച്ച മക്കളോട് നിർത്തുമെന്ന് വായിച്ചു തരാം. അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോ അവർ ചെറുതെന്നല്ല വലുതെന്നല്ല. ദൈവം ആരെ തൊടുന്നോ അവിടെ മേൽ അത്ഭുതം ചെയ്യാൻ പോവുക. ആരുടെ മേലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്, ആരെയാണ് ദൈവം തൊടുന്നത്, അല്ലെ ആരുടെ നാവിലാണ് ദൈവം തൊടുന്നത്, അവിടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. കാര്യം മാറ്റിവെക്കുന്ന ഒരു ആത്മാവല്ല, ഒരു പകർച്ചയുടെ ആത്മാവിനെ ദൈവം പകരുന്നത്. കാലുകളിൽ നിന്നു പോകുന്ന ഒരു ആത്മാവിനെയല്ല ദൈവം പകരുന്നത്. നിന്റെ ശുശ്രൂഷ മേഖലകളിൽ നിന്റെ ഉയരങ്ങളിലേക്ക് കയറ്റുന്ന ഒരു ആത്മാവിനെ ദൈവം പകരാൻ പോകുന്നത്. ഇന്നലെ വരെ നിന്റെ ശുശ്രൂഷ, ഇന്നലെ വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിനക്ക് പതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഒരു സമർപ്പണ ദൈവസന്നിധിയിൽ കൊടുക്കൊണ്ടൊരുക്കമാണെങ്കിൽ ഇന്ന് നിന്റെ ദൈവം ഉയരങ്ങളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അന്ത്യകാലത്ത് പകരുന്ന അഭിഷേകത്തിന്റെ പകർച്ച എന്ന് പറഞ്ഞാൽ വാതി വഴി നിന്നുപോയ ശുശ്രൂഷയല്ല. നിന്നെത്തുന്ന ദൈവം നിന്റെ ഒലിസപ്പുറം മുന്നോട്ട് ഉയർത്താൻ പോവുക. ഇന്നലെ വരെ കാണാത്ത ശുശ്രൂഷ, ഇന്നലെ വരെ ദൈവം നിങ്ങളിൽ കൂടി ചെയ്യാത്ത ചില അത്ഭുതങ്ങള് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ചെയ്യാൻ പോവുകയാണ്. സകല ജഗത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് ഈ പകർച്ച വെളിപ്പെട്ട് കഴിയുമ്പോ ഇന്നലെ വരെ ജീവനില്ലാത്ത ചില ആത്മാവ്, ഇന്നലെ വരെ മസിൽ പിടിച്ച ചില ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി കഴിയുമ്പോ അവൻ ഇരിക്കണമെന്ന് കുളിങ്ങൾ തുടങ്ങുമെന്ന്, അവൻ ഇരിക്കണമെന്ന് ചലിക്കാൻ തുടങ്ങുമെന്ന്. ഇന്നലെ വരെ മസിൽ പിടിച്ചിട്ട് ആത്മാവിന്റെ മേൽ പകരത്തില്ലെന്ന് പറഞ്ഞ് വിമാനിക്കുന്ന ദൈവത്തിന്റെ ജയം വെളിപ്പെട്ട് കഴിയുമ്പോ ദൈവത്തിന്റെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം എങ്കിലും ഞാനൊരു ആത്മാവില് ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ഈ ദേശത്ത് നിന്ന് നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ട് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ ദേശത്ത് നിന്ന മേല് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദേശത്ത് ദൈവം നിങ്ങളെ ഒരു സാക്ഷിയാക്കാൻ പോവുകയാണെന്ന്. ഇന്നലെ വരെ ഈ ദേശത്ത് നീ നടത്തിയ ശുശ്രൂഷ നിന്നുപോയാണെങ്കിൽ ദൈവാത്മാ പറയുക, നിന്നെടുത്ത് നിന്നെ ഞാൻ ഉയർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് പകരാൻ തുടങ്ങുമ്പോൾ എവിടെ വെച്ച് തകർന്നു പോയ ചില മേഖലകള് അവിടെ വെച്ച് നിന്റെ ഉയരങ്ങളിലേക്ക് ദൈവം കയറ്റാൻ പോവുകയാണ്. അവിടെ പൈതലിൽ നിന്നോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിൽ നിന്നോ പേരില്ല. ദൈവം ചിലരുടെ നാവിൽ പെട്ട് കഴിഞ്ഞാൽ ചില കുട്ടികൾ എഴുന്നേറ്റ് പ്രവചിക്കാൻ തുടങ്ങും, കുട്ടികൾ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങും. അത്ഭുത പ്രവർത്തികള് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി കഴിയുമ്പോ അവരിൽ കൂടി ചില അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. എനിക്ക് ഇത്ര പ്രായം ചെന്നല്ലോ, ദൈവം എന്നെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ മേൽ അഭിഷേകം പകരത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ദൈവാത്മാ പറഞ്ഞു, ഇതിന്റെ അകത്ത് ആരൊക്കെയോ ദൈവസന്നിധി ചോദിച്ച് മടുത്തിരിക്കുന്ന ദിവസങ്ങളുണ്ടെന്ന് ദൈവാത്മാ പറയാ. എന്നിട്ട് കർത്താവ് പറയുന്നു, നിന്റെ ചോദ്യത്തിന് മറുപടി തരാൻ പോവുകയാണ്. ഞാൻ പകരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പകർച്ച പകരുക തന്നെ ചെയ്യും. നിന്റെ പഴയ ജനമൊന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുക്കാൻ ഒരുക്കമാണോ? ആ ജനത്തെ നീ ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുക്കാൻ ഒരുക്കമാണോ? ദൈവത്തിലേക്ക് ഒരു പുതിയ ഹൃദയം നിന്നെ നിർമ്മിക്കാൻ പോവുകയാണെന്ന്. നിന്റെ പഴയ മനുഷ്യൻ ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്താട്ട് കർത്താവേ ആ
പകരണമേ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പറയാം, നിന്റെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കുമെന്ന്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കും, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം പകർന്നിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്നൊരു പകർച്ച വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് പകർച്ച വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ മക്കളെ വെളിപ്പെടാനിടയായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മേല് അഭിഷേകത്തെ പകർന്നുകൊണ്ട് ചിലതിനെ നേടുവാൻ വേണ്ടി ചില ദേശങ്ങളിലേക്ക് ദൈവം അയക്കാൻ പോവുകയാണ്. ഈ ദേശത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം നേരത്തെ കണ്ടതുകൊണ്ടാണ് ഈ ദേശത്ത് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ വാസനകളോട് കൊണ്ടുവന്നത്. കൂട്ടായ്മകളെ കൊണ്ടുവന്നത് വെറുതെയല്ല, ഈ ദേശത്തെ ചിലരെ നേടുവാൻ വേണ്ടി. ആത്മാവിനും നിലവുള്ളവന് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ ചിലരെ നേടാൻ പോവുകയാണെന്ന്. എന്റെ മേൽ പകർന്നേക്കുന്ന സാന്നിധ്യം അവരുടെ പകർന്നു പിടിക്കുമെന്ന്, അവരുടെ മേൽ അത് പകരുമെന്ന് നിനക്ക് തന്നോടത്തോട് പറയുവാൻ പറ്റുമോ? കർത്താവിന് നിനക്ക് തന്നോടത്തോട് ഉറച്ചു നിൽക്കാൻ പറ്റുമോ? ഈ ദേശത്ത് ദൈവത്തിന്റെ കൊണ്ടൊരു പോയിട്ടെന്ന് പരിശുദ്ധന്മാ പറയാണ്. ഈ ദേശത്ത് ചിലരെ ദൈവം നേടാനുണ്ടെന്ന്, ഈ ദേശത്ത് ചിലർ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതികളുണ്ടെന്ന്, ഈ ദേശത്ത് എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ചിലരുടെ ദൈവാത്മാക്കളെയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ദേശത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തിന്റെ കാവൽക്കാരാണ് നിങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഭിഷേകം വെച്ച് വെറുതെ ഇരിക്കുന്നവരല്ല, നിങ്ങൾ ഈ ദേശത്തിന്റെ കാവൽക്കാരായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ആദ്യകാലത്ത് സകല ജനത്തിന്റെ മേലെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിയും പ്രവചിക്കും. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ മാത്രമല്ല ദൈവം തന്ന യുദ്ധി കൂടി നടക്കുന്നത് നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുക്കുമെന്ന്. അതിനും പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ? നിന്റെ തലമുറ നീ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം ദൈവം മാനിക്കാൻ പോവുകയാണെന്ന്. നിന്റെ തലമുറയുടെ മേൽ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ ആ പകർച്ച അത് മറ്റുള്ളവരുടെ മേൽ പകരാൻ പോകുക. കാരണം നിന്റെ തലമുറയെ കൊണ്ട് ദൈവത്തിനത് ചെയ്യാൻ പോവുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ നിന്റെ പ്രായം ഒരു സമയം വരെ ഉണ്ടെങ്കിൽ അവിടെ വരെ നിന്റെ ശുശ്രൂഷ തീർന്നുപോയി എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. അടുത്ത ശുശ്രൂഷ നിന്റെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യാൻ പോവുകയാണെന്ന്. അഭിഷേകം പകർന്നവർ ഈ ദിവസങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. കണ്ണുനീരോട് പ്രാർത്ഥിച്ചു ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസം വരാൻ പോവുകയാണെന്ന്. ഇന്നലെ വരെ നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ കൊയ്യാൻ പോവുകയാണെന്ന്. വിതച്ചതിന് മറുപടി ദൈവാത്മാവ് തരാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. ഇവരൊക്കെ ദർശനങ്ങൾ, കാരണം ദർശനങ്ങളെ കാണുന്ന ചില രാത്രിയാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കോ, ഒരിക്കലും രാത്രി നിന്ന് നിങ്ങൾ ഇവിടുന്ന് കടന്നുപോയി നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനാരോട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചു വെച്ചെന്ന് പ്രാർത്ഥിച്ചാണ് ഈ ദേശത്ത് നടക്കാൻ പോകുന്ന ചിലത് നിങ്ങളെ വെളിപ്പെടുത്തി തരുമെന്ന് പരിശുദ്ധാത്മാ പറയുക. ഈ ദേശത്തെ സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന നിങ്ങളെ വെളിപ്പെടുത്തി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ മരത്തല്ലാണെന്ന് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ മറ്റു ചിലർ ദർശനങ്ങൾ കാണാൻ പോവുകയാണെന്ന്. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലർ ദർശനങ്ങളെ കാണാൻ പോവുകയാണെന്ന്. ചിലർ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തരികയാണ്. പ്രായം ചെന്നു എന്ന് പറഞ്ഞാലും മാറി നിൽക്കണ്ട. ദൈവം അവരെ ശക്തിയോട് ഉപയോഗിക്കാൻ പോവുക കേട്ടോ. അപ്പൊ ഉറപ്പ് ദൈവമേ എന്നെ ഒന്ന് നിറയ്ക്കണമേ. അന്ത്യകാലത്ത് എന്നെ അതിലൊരു സാക്ഷി ആക്കണമേ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവങ്ങളെ ആ ഉറപ്പിന്റെ മേൽ അത്ഭുതം ചെയ്യാനിടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി അത് അങ്ങനെ തന്നെ വെളിപ്പെടും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44-45 വാക്യങ്ങൾ വായിച്ചു. 10-46-45. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു.
അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ വചനം കേട്ടവര് ശ്രദ്ധയോടിരുന്നവരുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അപ്പൊ ആവശ്യബോധത്തോടിരുന്നവരുടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആത്മാവിൽ നൂറ് വിളിച്ചു പറയട്ടെ, നീ ഇന്ന് ആവശ്യബോധത്തോടാണ് ഇതിനെ മറ്റേ ഇരിക്കുന്നുവെങ്കിൽ നിന്റെ ആവശ്യത്തെ അറിയുന്ന ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ ആവശ്യബോധത്തോടിരുന്നവർ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അടുത്ത അപ്പൊ അവര് വെറുതെ സംസാരിക്കുന്നല്ല, അവർ ആവശ്യബോധത്തോടിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ നാവിന്റെ കെട്ടുകളെ എറിയാനിടയായി. ഇന്നലെ വരെ കെട്ടിവെച്ച ചില കെട്ടുകള്, ഇന്നലെ വരെ ബന്ധിച്ചു വെച്ച ചില ബന്ധനങ്ങള് ദൈവത്തിന്റെ വചനം നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ കഴിയാത്ത ചില മേഖലകള്, ഇന്നലെ വരെ നടക്കാത്ത ചില മേഖലകള് ദൈവത്തിന്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടാനിടയായി തീർന്നത്. അഭിഷേകം ഇറങ്ങിക്കഴിയുമ്പോ ഇനി ഏത് പൈശാചിക ബന്ധനമായാലും നിന്റെ ഉള്ളിൽ ഇരിക്കത്തില്ലെന്ന്, നിന്നെ ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന്. കാര്യം അതിനെക്കാട്ടിലും ഒരു ശക്തിയാണ് നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്നത്. ഭക്തന്മാരോട് ചോദിച്ചാൽ ഭക്തന്മാർ പറയും കാരാഗ്രഹത്തില് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ മറുവശത്ത് ജനമരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഭക്തന്മാരിന്ന് പ്രാർത്ഥിക്കാൻ ഒരുക്കമായപ്പോൾ ആ പുറമെ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിച്ച ദൈവം. എന്റെ ദൈവത്തിന്റെ അന്മാർ ഇങ്ങനെ പറയുന്നു, നിന്റെ കരത്തെ ചിലപ്പോൾ ബന്ധിച്ചേക്കാം, നിന്റെ ഹൃദയത്തെ പ്രാർത്ഥനയുടെ മേഖലകൾ ബന്ധിച്ചേക്കാം. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്നത്തെ രാത്രികാലം ആ ബന്ധനങ്ങളെ അഴിക്കുന്ന രാത്രിയായി മാറാൻ പോവുകയാണ്. ഇന്നത്തെ രാത്രികാലം നിന്റെ ചിന്തകളെ മാറ്റുന്ന രാത്രിയായി മാറാൻ പോവുകയാണ്. ഇന്നത്തെ രാത്രികാലം നിന്റെ പ്രവചനത്തിന് ചില ചുരുളുകൾ അഴിക്കുന്ന രാത്രികാലമായി മാറാൻ പോവുകയാണ്. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് നോക്കണേ, ദൈവത്തെ മഹത്വം. അപ്പൊ നോക്കിയ ദൈവസന്നിധിയിൽ ആവശ്യബോധത്തോടിരുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ കർത്താവുമായി ബന്ധം പുലർത്തുവാൻ അല്ലെങ്കിൽ കർത്താവുമായി സംസാരിപ്പാൻ അവരുടെ നാവിന്മേൽ ദൈവം ഭാഷകളെ കൊടുക്കാനിടയായി തീർന്നു. ഇന്നലെ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന് എന്നോട് ഇങ്ങനെ പറയും, ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇത് പ്രാപിക്കുന്ന രാത്രികാലമാകട്ടോ. ഇതുവരെയും ദൈവത്തോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ ദൈവത്തോട് അന്യഭാഷകളിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും മനസ്സിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സമർപ്പിച്ചു കൊടുത്തു. നിന്റെ നാവിലെ കെട്ടുകളെ അടിച്ച് നീ ദൈവത്തോട് സംസാരിക്കാൻ പോവുകയാണ്, അന്യഭാഷകളിൽ സംസാരിക്കാൻ പോവുകയാണ്. നിന്റെ നാവിന്മേലുണ്ട് അധികാരം കേട്ടോ. നിന്റെ നാവിന്മേൽ അധികാരം വന്നിട്ടുണ്ടെന്ന് ദിവസങ്ങളിൽ ചില അധികാരത്തോട് സംസാരിക്കാൻ പോവുകയാണ്. വായിക്കട്ടെ, വായിക്കട്ടെ. പത്രോസിനോട് കൂടെ വന്ന വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. കണ്ടോ, ഒരു വ്യക്തികളെ ഇവിടെ മാറ്റി നിർത്തിയില്ല. അപ്പൊ ഈ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരുന്ന ആവശ്യബോധത്തോട് ആരുണ്ടോ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരുമെന്ന്. നോക്കണേ, ഇത് പലരുടെ മേലെ പകർമെന്ന് 120 പേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവിടെ വന്ന് 100 പേരുടെ മേൽ മാത്രമല്ല ദൈവ സാന്നിധ്യം പകർന്നത്, അവിടെ വന്നിരുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയെന്ന്. അവിടെ ജാതിമത്യമില്ലാതെ അവിടെ കടന്നു വന്ന പലരും ദൈവ സാന്നിധ്യത്തിൽ നിറവോടെ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്റെ ഇരിപ്പണത്തെ ചലിക്കുന്ന ഒരാത്മാവാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നിന്റെ ഇരിപ്പണങ്ങളെ കുളിക്കുന്ന ഒരാത്മാവാണ് പകർന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ബലപ്പെട്ടവനാ. ദൈവസന്നിധിയിൽ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ ദിവസങ്ങളിൽ നീ ചിലത് നേടുവാൻ വേണ്ടി ഒരുങ്ങിയിട്ടു. ഇന്നലെ വരെ കണ്ടവൻ നിന്നെ പലരും പുച്ഛിക്കാൻ പോവാ. ഇന്നലെ വരെ
അവനൊരു ഉയർച്ചയില്ലാത്തവനായിരുന്നല്ലോ. ഇന്നലെ വരെ അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നല്ലോ. ഇതാ അവൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്, അവന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്, അവന്റെ വായിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചില ഭാഷകൾ വരുന്നുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവർ നിന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞോട്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർക്കറിയത്തില്ലല്ലോ നീ സംസാരിക്കുന്നത് ആരോടാണെന്ന്, അവർക്കറിയത്തില്ലല്ലോ നീ ആരോടാ സംസാരിക്കുന്നത് എന്ന്. അവർക്കും അത് മനസ്സിലാകണമെങ്കിൽ നിന്റെ മേൽ പകർന്നത് മറ്റുള്ളവർക്കുള്ള പകർന്നു കൊടുക്കാനൊരുക്കമായിരിക്കും. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ ദൈവം നമ്മളെ മാനിക്കാൻ പോവുക. അടുത്ത വായിച്ചു. സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം വിളക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയും, ദൈവ സാന്നിധ്യം ഇറങ്ങി കഴിയുമ്പോ ഇത് ദൈവം എപ്രകാരം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ എപ്രകാരം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ ആ സമയം ദൈവത്തിന്റെ കരം അവിടെ ചലിക്കാനിടയായിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തോളാം. ദൈവം എപ്രകാരം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വലിയ മാറ്റം വരാനിടയായിട്ടുണ്ട്. ദൈവത്തോട് ചേരുവാൻ വേണ്ടി, അല്ല ദൈവമായി ഒന്ന് പങ്കുവെക്കുവാൻ വേണ്ടി ഇന്നലെ വരെ നമുക്ക് പറ്റാതെ പോയി കാണാം. എങ്കിൽ ദൈവാത്മാവിൽ പറയട്ടെ, ഇന്ന് നമ്മൾ അതിനു വേണ്ടി തിരിച്ചു പറഞ്ഞു വന്നേ മതിയാകത്തുണ്ടെന്ന്. എവിടെ വെച്ച് നിന്റെ അല്ലെ എവിടെ വെച്ച് നിന്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോയോ, എവിടെ വെച്ച് നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയോ, എവിടെ വെച്ച് നിന്റെ ആരാധന നഷ്ടപ്പെട്ടു പോയോ, എവിടെ വെച്ച നിന്നോടുള്ള സ്നേഹിതർ നിന്നെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞോ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം അതുപോലെ വ്യക്തമായി കുറിച്ചിട്ടിട്ടുണ്ട്. അവരുടെ മുന്നിൽ നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുക. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ ഒന്ന് കൊടുത്തു കഴിയുമ്പോ നിന്റെ തലത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടി അത്ഭുതം ചെയ്യും. അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി മാറുക. ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചേക്കുന്നത് ഈ അന്ത്യകാലഘട്ടത്തിൽ നിന്നെ ദൈവം നമ്മളെ ഓരോരുത്തരും പേർ ചൊല്ലി മാറ്റി വിളിച്ചിരിക്കുന്ന നിൽക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ ഒരു സാക്ഷിയാക്കുവാൻ, നിൽക്കുന്ന ദേശത്ത് ദൈവത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവനാമത്തിൽ എല്ലാവരും ഓർമ്മയോടെ കാര്യം കർത്താവ് ഇന്ന് എന്റെ മേലൊരു ശക്തി പകരണം. ഉറപ്പായി നിങ്ങൾ ദൈവസന്നിധി പറയുന്നു, ദൈവം നിങ്ങൾ ഒരു അത്ഭുതം ചെയ്യും. വായിച്ചോട്ടെ, യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. യെശയ്യാവ് 44:3. നീ ഭയപ്പെടേണ്ട, നോക്കണേ, നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അപ്പൊ നോക്കിയേ, ഒന്ന് നിർത്തി വെച്ചാൽ മതി. നീ ഭയപ്പെടേണ്ട, അപ്പൊ ദാഹിച്ചിരിക്കുന്ന ആത്മാവിന്റെ ദാഹമുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ ദാഹമുള്ളവരെ കുറിച്ച് പറയുക. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ പകരുമെന്നേ. ആവശ്യമോദത്തോടിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഇന്നലെ വരെ ചിലപ്പോ പിശാച് നിന്നെ ഭയപ്പെടുത്തിയെന്നിരിക്കുക. ഇന്ന് നീ ഭയപ്പെടുന്ന ഒരു ആത്മാവിനെ അല്ല പ്രാപിക്കാൻ പോകുന്നത്. ഈ ഭയത്തിന്റെ മേൽ അധികാരത്തോടും നിൽക്കുന്ന ഒരു ആത്മശക്തിയാണ് നീ പ്രാപിക്കാൻ പോകുന്നത്. ഇന്നലെ വരെ നിന്നെ ഭയപ്പെടുത്തിയ ചില ദുഷ്ടശക്തികൾ ഉണ്ടായിരിക്കാം. ഇന്നലെ വരെ നിന്നെ മുടിച്ച് നിന്നെ തകർത്ത് കളയുമെന്ന് നിന്റെ മുന്നേ വിധിയെഴുതിയ ചില അന്ധകാര ശക്തികൾ ഉണ്ടായിരിക്കാം. എങ്കിൽ ആ നാവിൽ പറയട്ടെ, അതിനെ തകർക്കുവാനുള്ള ഒരു ശക്തി നിന്റെ മേൽ പകരാൻ പോവുകയാണ്. നിന്റെ മേൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ചെറിയ ഒഴുക്കൊന്നുമല്ല കേട്ടോ. നിന്റെ ജീവിതത്തില് നിന്നെ എവിടേക്കോ തടഞ്ഞു വെച്ചോ അതിനെ എല്ലാം തകർത്തുകൊണ്ട് പോകുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ പകരാൻ പോവുകയാണെന്ന്. എവിടേക്കോ നിന്റെ ജീവിതത്തിൽ തടസ്സമായി എവിടേക്ക് പിശാച് നിന്നോ, നിന്നെ ഭയപ്പെടുത്തിയിട്ട് നിന്നിട്ടുണ്ടോ, ആ ഭയപ്പെടുത്തിയ മേഖലകളില് നിന്നെ തലയിൽ ഉയർത്തി നിർത്തുവാൻ പറയണം. അഭിഷേകം പകർന്നവർ പറയാൻ ഒരുക്കമാണോ? സിംഹത്തിന്മേൽ മടലുമേൽ രക്ഷപ്പെട്ടും ബാലസിംഹത്തെ പെരുമാറിനെ മെടിച്ചു കളയും എന്ന് പറഞ്ഞ അവനോട് പറ്റിയിരിക്കുക. ധൈര്യത്തോട്
പൈശാചിക ശക്തിയുടെ മേൽ ദൈവത്തിന്റെ കരത്തിൽ വെച്ചളിക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഇനി ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മളൊന്ന് ഒരുക്കമായ മതി. ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ വായിച്ചട്ടെ. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും, അപ്പൊ നോക്കി, വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. അത് വചനം പറഞ്ഞ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് നമ്മൾ ഒന്നിലും മാറ്റിവെച്ചില്ല. ഇനി എവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ അവിടെ ദൈവത്തിന്റെ നീരൊഴുക്ക് ഇറങ്ങി വരാനിടയായിത്തീരും. ഇന്നലെ വരെ വന്നിട്ടില്ല, അല്ലെ ഇന്നലെ വരെ എന്റെ ഭവനത്തിൽ സങ്കടത്തിന്റെ അവസ്ഥയായിരുന്നല്ലോ, ഇന്നലെ വരെ എന്റെ ഭവനത്തിൽ ഒരു ഉയർച്ചയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഭാരപ്പെടുവാനെന്ന് പറഞ്ഞ് ദൈവം പറയാ, ഇന്നലെ വരെയും നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് വെളിപ്പെടുന്ന ഇന്നലെ വരെയും വെളിപ്പെടാത്തതിനെ കാട്ടിലും ഒരു അപ്രമായ അത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോ നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേലും ദൈവം ആഗ്രഹിച്ചതുപോലെ ചില അനുഗ്രഹങ്ങൾ തരാനിടയായി. അപ്പൊ ഈ ദൈവ സാന്നിധ്യം പകരുന്നത് വെറുതെയല്ല. ദൈവം നിന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചുവോ ആ മേഖലകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നീ ഒന്നിനും വേണ്ടി ഭാരപ്പെടേണ്ട, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു യാത്രയായി മാറാൻ പോവുകയാണ്. വിശ്വസിച്ചോ, ദൈവം എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ടല്ലോ, എന്റെ സിദ്ധാന്തത്തിന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കാൻ ഒരുക്കമാണെങ്കിൽ പ്രാപിച്ചവരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് മാറ്റുന്ന ഒരു യാത്രയാക്കി മാറ്റാൻ കഴിയുകയോ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം അദ്ദേഹത്തോട് വിളിച്ചു പറയും, ഇന്നലെ വരെ കാണാൻ, ഇന്നലെ വരെ ഉള്ളതെല്ലാം വിട്ടിട്ട് എന്റെ കർത്താവിന്റെ വാക്കുകൾ ഇറങ്ങി തിരിച്ചപ്പോൾ അതിനെ കാട്ടി ഇരട്ടിയായി മാനിച്ചോട് അരിമനാഥന് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, അസാന്നിധ്യമുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടത്തില്ല എന്ന് തന്നോട് പറയുവാൻ കഴിയുകയായിത്തീരും. അഭിഷേകം പ്രാപിച്ച ഏത് ഭക്തന്മാരെ നോക്കിയാലും ദൈവം അവരെ ശക്തിയോട് ഉപയോഗിച്ചിട്ടേ ഉള്ളത്. അപ്പൊ നിന്റെ തലമുറയുടെ മേലുള്ള അനുഗ്രഹങ്ങളെ ദൈവം തരും. അടുത്ത അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്നൊരുത്തൻ പറയും. മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും. വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി. കണ്ടോ, വേറൊരുത്തൻ എഴുതിയിരിക്കും ഞാൻ യഹോവയ്ക്കുള്ളവൻ. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളിൽ അവന് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കാനിടയായിട്ട് നീ ആരെന്ന് വ്യക്തമായ ഒരു ബോധ്യം അവന്റെ ഉള്ളിൽ വെളിപ്പെടുവാനിടയായി തീരുമെന്ന്. ദൈവത്തിന്റെ സാന്നിധ്യം പകർന്നവരോട് ഞാൻ ആത്മാവിൽ നിന്ന് ചോദിക്കട്ടെ, ദൈവം നിർത്തിയെടുത്ത് നിങ്ങൾ വിശ്വസ്തയോടാണോ നിൽക്കുന്നത്? ദൈവം നിർത്തിയെടുത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടാണോ നിൽക്കുന്നത്? എങ്കിൽ നിന്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെടുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നിൽക്കുന്നിടത്ത് വിശ്വസ്തയോട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നിങ്ങളെ അത്ഭുതം ചെയ്യാനിടയായിത്തീരും. ഇന്നലെ വരെ നിർത്തിയ ദൈവം ഇന്നലെ വരെ നീ ചോദിച്ചതിന് തക്കതായി മറുപടി തന്ന ദൈവം ഇന്നും തരുന്ന ഒരു ദൈവമാണ്. ഇന്നും നിന്റെ ആവശ്യത്തെ അറിയുന്ന ഒരു ദൈവമാണ്. ഈ ദിവസത്തിൽ ദൈവസന്നിധിയിൽ നീ തീഷ്ണതയോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ മാനിക്കാനിടയായിത്തീരും. അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കും. വായിച്ചാട്ടെ, എസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യം വായിച്ചു. എസ്കേൽ 36-ന്റെ 27. ഞാൻ എന്റെ ആത്മാവിനെ
കണ്ടോ, ഈ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാ. അപ്പൊ ഈ ആത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോ പിന്നെ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ, അല്ലേ? ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ നടക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. യെസ്, അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാൻ ഒരുക്കമായിരിക്കണം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമല്ലോ, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ, ദൈവം പറയുന്ന കേട്ട് നടക്കാൻ ഒരുക്കമാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കാനിടയായി തീരുമെന്ന്. നിന്റെ ജീവിതത്തിലെ ഏത് തകർച്ചയും മാനിക്കാനിടയായി തീരുമെന്ന്. നിന്റെ ഭവനത്തിലെ ഏത് തകർച്ചയായാലും, നിന്റെ ഭവനത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിലും, എന്ത് വിഷയമായിക്കോട്ടെ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം പൂർണ്ണമായി കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ആത്മാവ് നിന്റെ മേൽ പകരാനിടയായി തീരുമെന്ന്. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോണം. കാര്യം യേശുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനാണ്. ഈ ആത്മാവ് നിന്റെ മേലൊന്ന് പകരണമെങ്കിൽ, ഇന്നലെ വരെ നിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കൊടുക്കാൻ ഒരുക്കമാണോ? ഈ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലായിരിക്കും ചലിക്കാൻ തുടങ്ങുന്നത്. വായിച്ചോട്ടെ. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത കണ്ടോ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. അപ്പൊ നമുക്ക് ദൈവം തന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് പാർക്കണമെങ്കിൽ ഈ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടാവരിക്കണം. ദേശത്ത് നിന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന്. എങ്കിലേ നിന്റെ പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത ദേശം അത് നിനക്ക് നിന്റെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളെന്ന് വ്യക്തമായി വചനം വെളിപ്പെടുത്തി തരികയാണെന്ന്. മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അത് കേൾവി കൊണ്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധി നിന്റെ ഹൃദയം കൊടുക്കാൻ ഒരുക്കമാണോ? ആ കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്ത് നീ പാർക്കുവാൻ ദൈവം നിന്നെ ഒരുക്കാനിടയായി തീരുമെന്ന്. അഭിഷേകം പ്രാപിച്ചവരോട് ദൈവമായി പറയുന്നത് ധൈര്യത്തോടെ നിൽക്കാൻ ഒരുക്കമാണോ? പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്ത ദേശം പ്രാപിക്കാൻ നീ ഒരുക്കമാണെങ്കിൽ ദൈവം നിന്നെ മേലത് തരുവാനിടയായി തീരും. നിങ്ങൾ എനിക്ക് ജനമായി, കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അപ്പൊ നിങ്ങൾ എനിക്ക് ജനമായി എന്ന് പറയാം. ദൈവസന്നിധിയിൽ നീ നിൽക്കുമ്പോ ആവശ്യബോധത്തോട് നിന്റെ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ ആരെന്ന് നിനക്കൊരു ബോധ്യമുണ്ടായിരിക്കണമെന്ന്. യെസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിന്നെ നിർത്തിയത്, ഇന്ന് ഈ സമയം വരെ നിന്നെ നിർത്തിയത് ആരെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവസ്ഥലത്തെ സ്തുതിച്ചേ മതിയായോ? ദൈവസ്ഥലത്തെ സ്തുതിച്ചേ മതിയായോ? ഇന്ന് തകർന്നു പോകാവുന്ന ചില മേഖലകൾ നിങ്ങൾ നേരിട്ടിട്ടില്ലേ? നിന്നെ അടിച്ചു കളയുവാൻ പിശാചിന്റെ മുന്നിൽ എഴുന്നേറ്റ് വന്നില്ലേ? അവിടെയെല്ലാം ദൈവത്തിന്റെ കരം പിടിച്ചു നിർത്തിയത് ആരുമെന്ന് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അപ്പൊ ഈ ദൈവം പറഞ്ഞ വായ്ത്തത്തിൽ നേടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. വായിച്ചാട്ടെ. കണ്ടോ, നിങ്ങൾ ഹൃദയത്തെ ദൈവസന്നിധിയോടൊന്ന് കൊടുത്താൽ മതി, ബാക്കി ദൈവം ചെയ്തു. ഇത് കൊടുക്കാതിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി ദർശിക്കുകയാണ്. ഞാൻ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, മലിനതകൾ എന്നാണ് ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധി സമർപ്പിക്കണം. ചിലതിന് തടസ്സം അതൊക്കെയാണല്ലേ, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം അതൊക്കെയാണ്, നിന്റെ ദൈവപ്രവർത്തിക്ക് തടസ്സം അതൊക്കെയാണ്. നീ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, ഇത് പ്രാപിക്കണമെങ്കിൽ ചില മലിനതകൾ ദൈവസന്നിധിയിൽ മാത്രം. പറയാണ് ഇന്ന് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില മലിനതകളെ ഇന്ന് നിന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിന് ഹിതമില്ലാത്ത ചില മേഖലകൾ മാറ്റിക്കോണം. ആരോടെങ്കിലും ക്ഷമ പറയാറുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞോണം. ആരോടെങ്കിലും ക്ഷമ പറയാറുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞോണം. നിന്റെ ഹൃദയത്തെ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്തോണം. കാര്യം ദൈവം നിന്റെ
എന്താ നിന്റെ ഉള്ളിലെ മലിനത? അത് മാറ്റാനിടയായിത്തീരും. കർത്താവേ, ഇന്ന് എന്റെ ഉള്ളിൽ വന്ന ആ മലിനത ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ ഒരുക്കമുണ്ടോ? ഈ സമർപ്പിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നിന്നെ ഒന്നിനെ കുറിച്ച് നീ ഭാരപ്പെടേണ്ടത്, നിന്റെ മുൻപിലും പിൻപിലും ദൂതന്മാരുള്ളത് കൊണ്ട് പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവസന്നിധിയിൽ ഉറയ്ക്കാൻ റെഡിയാണോ? ഉള്ളിലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭാരമായിരിക്കുന്ന മേഖലകളെ എടുത്തു കളഞ്ഞിട്ട് ആത്മാവ് നിന്റെ ഉള്ളിൽ വരണമേ എന്ന് നീ പറയാൻ ഒരുക്കമാണോ? അതിന്റെ പകർച്ച നിന്റെ മേൽ വെളിപ്പെടുവാനിടയായിട്ട് വായിച്ചു. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ, കണ്ടോ, ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നോക്കണേ ഈ അഭിഷേകത്തിന്റെ ഒരു വില. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടാതെ നിങ്ങൾ ഇരിക്കുന്ന പ്രാർത്ഥന റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ കൊണ്ടുതരുമെന്ന്. ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, ഞാൻ കേൾവി തോട്ടിലായിരുന്നാലും എനിക്ക് വേണ്ടിയത് രാവിലെ വൈകിട്ടും എന്റെ ദൈവം എനിക്ക് കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിനക്ക് എന്താവശ്യമുണ്ടോ നീ ദൈവസന്നിധിയിലേക്ക് വെക്കാൻ ഒരുക്കമാണോ? നിനക്ക് ഹൃദയത്തിന്റെ മലിനതകളെ മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ ഒരുക്കമാണോ? എങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിന് മേൽ അത്ഭുതം ചെയ്യാനിടയായിത്തീരുമെന്ന്. ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയെ പോലല്ല, അവൻ നിന്നെ വഴിതെളിക്കുവാനിടയായിത്തീരും. നിനക്കെതിരെ വരുന്ന പ്രതികൂലത്തെ നിനക്ക് വ്യക്തമായി അവൻ വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. അപ്പൊ നിനക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവ് നിന്റെ അരികിൽ കൊണ്ടുതരും. കണ്ടോ, നിങ്ങൾ ഇനി ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലായോ? നിങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടല്ലേ? അവരോട് തിരിച്ച് മറുപടി പറയാൻ പോകല്ലേ? അവരുടെ മുന്നേ ദൈവം ജനത ഉളവാക്കി തരുമെന്നാണ് പറയുന്നത്. അവരുടെ മുന്നേ ദൈവം നിങ്ങളെ മാനിക്കാനിടയായി തീരുമെന്ന്. അപ്പൊ ദൈവസന്നിധിയിൽ വേറെ ഒന്നും ചെയ്യണ്ട, ആ ഹൃദയത്തെ ഒന്ന് കൊടുത്താൽ മതി, ആ ആത്മാവിനെ ഒന്ന് വളർന്നാ മതി. ചില മേഖലകളിൽ ദൈവം നിങ്ങളെ മാനിക്കാനിടയായി തീരും. പ്രവർത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഇത് പ്രാപിക്കാതിരിക്കുമ്പോ നിങ്ങൾക്ക് അത് തോന്നും, അത് പ്രാപിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് അത് തോന്നും. എന്താ? ഇതൊക്കെ കളഞ്ഞത് കൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ വായ്പത്തെ ഇതുവരെ നിറവേറത്തില്ലായിരുന്നു. ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എന്റെ തലമുറ ഇന്നത്തെ പോലെ ഉയർന്നു വരത്തില്ലായിരുന്നു. ഇതൊക്കെ എടുത്തു കളയുവാൻ ഞാൻ ഒരുക്കമായപ്പോൾ എന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലേക്ക് വരുത്തുവാൻ, അല്ലെങ്കിൽ എന്റെ ആത്മാ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിലേക്ക് ഒന്ന് വരുവാൻ വേണ്ടി എന്റെ ഹൃദയത്തെ കൊടുത്തപ്പോൾ ദൈവം അന്നുള്ളവരെ കാട്ടിലും ഇന്നുള്ളവരെ കാട്ടിലും ദൈവത്തിനെ മാനിക്കാനിടയായി തീർന്നുവെന്ന്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നതൊക്കെയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ മതി, ദൈവം നിങ്ങളെ മാനിക്കാനിടയായിത്തീരും. ഒരു വക 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം എടുത്ത് വെച്ചേ. 11-19. അവന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് അവന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും. കണ്ടോ, അവന്റെ ഒന്ന് നിർത്തി വെച്ചാൽ അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകും. കണ്ടോ, ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ കൊടുക്കും, പുതിയൊരാത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കണ്ടോ, പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും.
അപ്പം ഇപ്പോൾ ഉള്ള ഹൃദയം ഒന്ന് മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി ആ ഹൃദയം ഒന്ന് കൊടുത്തേ. ഒരു പുതിയൊരു ഹൃദയത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? ഇന്നലെ വരെ പ്രാപിക്കേണ്ടതല്ല, ഇന്ന് കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം തരണേ. ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ പല തെറ്റുകൾ വന്നുപോയി. ഈ സമയം ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് വരെ ചില വീഴ്ചകൾ എന്റെ മേൽ വന്നുപോയി. ചിലപ്പോ എന്റെ വാക്കിലായിരിക്കാം, എന്റെ പ്രവൃത്തിയിലായിരിക്കാം, എന്റെ നോട്ടത്തിലായിരിക്കാം, എന്റെ ചിന്തയിലായിരിക്കാം, എന്റെ കൊടുക്കലിലായിരിക്കാം, എന്റെ വാങ്ങലിലായിരിക്കാം വന്നുപോയി. കർത്താവേ, ഇന്നത്തെ രാത്രിയിൽ ദൈവമേ എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. ആര് പ്രാർത്ഥിക്കുന്നു? കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. ആത്മാവിനെ ഒന്ന് പ്രാപിപ്പാനാണ്, ആത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിപ്പാനാണ് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ഒരുക്കമാണോ? ദൈവം നിങ്ങളെ മാനിക്കാൻ ഇടയായിത്തീരും. ഒരു വാക്കുകൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൽ 20-ാം വാക്യം വെച്ച്. മത്തായി 28:20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടയട്ടെ. ഞാനൊരു ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ ചട്ടങ്ങളെ അനുസരിച്ച്, കർത്താവ് പറഞ്ഞ വാക്കുകളെ കേട്ട് അനുസരിച്ച് ആത്മാവിന്റെ ശക്തി പ്രാപിപ്പാൻ നിങ്ങൾ ഒരുക്കമാണോ? അന്ധകാരത്തെ സകല ജഗത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ആ ശക്തി പകർന്നു കഴിയുമ്പോൾ എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അപ്രകാരം നിങ്ങളാവാൻ ഒരുക്കമാണെങ്കിൽ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായി വെളിപ്പെടുത്തി തരിക. ഇതിനകത്ത് ആരുടെയോ കുടുംബത്തിന്റെ ഉള്ളിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതികൂലത്തിന്റെ കാറ്റ് ആരടിക്കുന്ന ഒരു കുടുംബത്തിന്റെ മധ്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പ്രതികൂലത്തിന്റെ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാ പറയുക അതൊരു അനുകൂലമായി മാറാൻ പോവുകയാണെന്ന്. ചില മേഖലകളിൽ അതിന്റെ പ്രതികൂലമായി എഴുന്നേറ്റ് നിന്ന ചില മേഖലകളിൽ നിന്റെ ഭവനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ തേജസ് അറിയാൻ പോവുകയാണെന്ന്. ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവിടപെടുകയാണ്. പലപ്പോഴും ദൈവസന്നിധിയിൽ യാചിച്ച ചില വിഷയങ്ങളിലെ ദൈവാത്മ പറയുക ഈ ദിവസങ്ങളിൽ പോലെ നിനക്കൊരു വഴി തുറന്നു തരാൻ പോവുകയാണെന്ന്. അന്തരാരകൽപ്പനാദിയ ഭവനത്തിന്റെ ഉള്ളിൽ സങ്കടങ്ങൾ കൊണ്ട് പല ദിവസവും അലമുളകിട്ട് കരയുന്ന രാത്രികളുണ്ട്. ദൈവാത്മ പറയുക അത് മറ്റുള്ളവരെ കേൾക്കാത്ത രീതിയിൽ പലപ്പോഴും ഈ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന കരച്ചില് എന്റെ ഹോമം കേട്ടിരിക്കുക എങ്കിൽ അതിനൊരു മറുപടി അയക്കുന്ന രാത്രി എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ചില കെട്ടുപണികൾ ദൈവം ചെയ്യാൻ പോവുക. പലതും ഭിന്നതയിൽ മാറി നിൽക്കുന്നത് പോലെ നിന്റെ പലരും നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ പലരും നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ ഭിന്നതകിട്ട് ഞാൻ ആ വലിയവരെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയി തരാമോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാ പറയുന്ന മകളെ നീ പലപ്പോഴും മരിക്കുവാൻ ഒഴുകിയ അന്തരാരകൽപ്പനാരിയ എങ്കിലോ ഏഴ് ഹൃദയം നീ ദൈവസന്നിധി കൊടുത്തപ്പോ ദൈവം നിന്റെ ഹൃദയത്തെ പണിയാൻ ഒരുക്കമായി. വ്യക്തമായ ദൈവാത്മാ പറയുകയാണ്. പലപ്പോഴും കിണറ്റിച്ച
പ്രാർത്ഥിച്ച ചില മേഖലകളുണ്ട്. Yes. നീന് ഉയർന്നു വരത്തില്ലെന്ന് പറഞ്ഞു മണ്ണ് വാരിയിട്ട് നിന്റെ ഭവനത്തെ ഇങ്ങനെ എറിഞ്ഞ ചിലരുണ്ട്. ഇവന്മ പറയുക അവരുടെ മറ്റേ മകളെ നിന്നെ മാനിക്കാൻ പോവുകയാണെന്ന്. ഈ ശക്തി ഈ ദിവസങ്ങളിൽ മകളെ നിന്നെ പറയാൻ പോവുകയാണ്. ഒരു സ്വസ്ഥതയില്ലാതെ എത്രയോ രാത്രികളിൽ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചതാണ് നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ മകളെ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ചിലത് ചെയ്യാൻ പോവുക കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കർത്താവ്. പരിശുദ്ധ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാല സമയത്ത് സകല ജനത്തിന് മേൽ പകരുമെന്ന് പറഞ്ഞ ആത്മാവ് ഇത് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ കരം കർത്താവെ ഇന്ന് നിന്റെ മക്കളുടെ മേൽ ചലിച്ചതിനായി സ്തോത്രം. എന്റെ ദൈവാത്മാവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. സകല മകത്വം ഞാൻ കോപിക്കുന്നതിന് ദൈവം അത്ഭുതം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. രാത്രികാലം ആമേൻ സന്തോഷമുള്ള തരങ്ങളെ തുറന്നുകൊണ്ട് ശക്തിയോടെ കർത്താവിനെ മുഖത്ത് കൊടുത്താട്ടെ. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ദൂതുകൾ ദൈവിക ആലോചനകൾ ഇന്ന് രാത്രികാലം നമ്മളിലേക്ക് കൈമാറിയതിനായി യേശുവിന്റെ നാമത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ സാധാരണക്കാരനായ പത്രോസിനോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില ദിവസങ്ങൾ വേറിട്ടിരി, ചില ദിവസങ്ങൾ നീ വേറിട്ടിരി. നിന്റെ പിതാക്കന്മാരുടെ തലയിൽ വീണ അഭിഷേകം നിന്റെ ഹൃദയത്തിനകത്തലങ്ങളിലേക്ക് ഞാൻ പകരാൻ പോകുകയാണ്. നിന്റെ ഹൃദയത്തിനകത്തലങ്ങളിലേക്ക് ഞാൻ പകരാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം ആ അഭിഷേകം ആമേൻ ഹല്ലേലൂയ പുതിയ സഭയ്ക്ക് തന്നിരിക്കുക. നിന്റെ ഹൃദയത്തിനകത്താകുക. ഇന്ന് രാത്രികാലം ചിലരെ അഴിച്ചു കളയുക, ചിലരെ വെട്ടിമുറിക്കുക. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ. ഓ ജീസസ്. എൻ സങ്കടങ്ങൾ